എല്ലാവർക്കും നമസ്കാരം. കാമാഖ്യ യാത്ര കഴിഞ്ഞ് വന്നിട്ട് വാസ്തവം പറഞ്ഞാൽ അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഉണ്ടാവും അതിൻ്റെ ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ, കൂടിപ്പോയാൽ 2 ദിവസം. അത് കഴിഞ്ഞ് നമ്മൾ പഴയ പോലെയാവും. നമ്മൾ താമസിക്കുന്ന ആ വീട്ടിലെ എനർജി എന്താണോ ആ എനർജിയിലേക്ക് നമ്മൾ ലയിച്ച് ചേരും. അപ്പോൾ അവിടുത്തെ വൈബ്രേഷനായിരിക്കും പിന്നെ നമുക്ക് കിട്ടുക. പക്ഷേ ഇപ്പം ഞാൻ കാമാഖ്യയിൽ പോയി വന്നിട്ട്, കാമാഖ്യയിൽ നിന്ന് കൽക്കട്ടയിൽ പോയി അവിടെ നിന്ന് കാളിഘട്ടിലൊക്കെ പോയിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പോഴും എനിക്ക് ആ കാമാഖ്യ ദേവിയുടെ ആ ഒരു എനർജി എൻ്റെ ഉള്ളിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതുവരെ ഒരു ക്ഷേത്രത്തിൽ പോയിട്ടും എനിക്ക് കിട്ടാത്ത ഒരു അത്രയും പവറാണ് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിൽക്കുന്നത്. പവറിങ്ങനെ നമുക്ക് ഒരു ഹീലിംഗ് വർക്കുകൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാം, എൻ്റെ ഫേസൊക്കെ നേരത്തെയൊക്കെ ഇവിടെയൊക്കെ മാറിയതായിരുന്നു. മൊത്തത്തിലൊരു ചേഞ്ചൊക്കെ വന്നായിരുന്നു. ഈ വർക്ക് ചെയ്ത് ലാസ്റ്റ് ക്ഷീണിച്ച് വരുന്നൊരവസ്ഥയിലേക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ പോയി വന്നപ്പോൾ നമ്മൾ റീചാർജ് ചെയ്ത് പവർ പാക്ഡ് ആയ ഒരു രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും കാമാഖ്യ ക്ഷേത്രത്തിൽ പറ്റാവുന്ന ആൾക്കാരൊക്കെ പോകണം. ട്രെയിനിലൊക്കെ അവിടെ പോയി എത്തിപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫ്ലൈറ്റ് തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ. നിങ്ങളിപ്പോൾ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, നമ്മുടെ സുഹൃത്ത് ശ്രീജിത്ത് അത് കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് പോവാം. പക്ഷേ ഫ്ലൈറ്റിന് തന്നെ പോകുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ട്രെയിനാണെങ്കിൽ കുറേ സമയം നിങ്ങളുടെ വേസ്റ്റ് ആവും. ഒരുപാട് സമയങ്ങൾ ട്രെയിനിലാകുമ്പോൾ ഇരിക്കേണ്ടി വരും. പിന്നെ അവിടെ വെള്ളപ്പൊക്കം വരുന്ന സ്ഥലമാണ്, വെള്ളമൊക്കെ കയറുന്ന സ്ഥലമാണ്. അതൊക്കെ നോക്കിയിട്ട് മഴയൊക്കെ കുറഞ്ഞ സമയം നോക്കി നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത യാത്ര കാമാഖ്യ യാത്ര സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പോകുന്നുണ്ട്. എല്ലാ യാത്രകളിലും ശ്രീജിത്തിൻ്റെ കൂടെ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനായിട്ട് നമുക്ക് ഒരു ഇഷ്ടമുണ്ട്. നല്ലൊരു ഗൈഡാണ്, നല്ലൊരു ടൂർ ഓപ്പറേറ്ററാണ്. നമ്മളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം കേൾക്കുന്നുമുണ്ട്. അത് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയുകൊണ്ടാണ് വീണ്ടും ഞാൻ അദ്ദേഹത്തിനോട് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അടുത്ത കാമാഖ്യ ട്രിപ്പ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ജഗന്നാഥ് പുരി പോകുന്നുണ്ട്. പിന്നെ കസാർ ദേവി ടെമ്പിൾ, അത് എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. കസാർ ദേവി ടെമ്പിളിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ ആളുകൾ കസാർ ദേവി ടെമ്പിളിൽ പോകണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങോട്ടേക്കും ഒരു യാത്ര ഉണ്ടാവും. പിന്നെ അദ്ദേഹത്തിൻ്റെ നോർമലായിട്ടുള്ള ട്രിപ്പുകൾ, യഥാവിധി ട്രിപ്പുകൾ അദ്ദേഹം നിശ്ചയിക്കുന്ന പോലെ ട്രിപ്പുകൾ വേറെ ഉണ്ടാവും. എല്ലാ ട്രിപ്പുകളും ഞാനിവിടെ നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കൂടെ വരാം. പിന്നെ നമ്മൾ ഈ ആത്മീയവാദത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ, ശരിയാണ്. പക്ഷേ വല്ലപ്പോഴും ഒരിക്കലേ നിങ്ങൾ കൊല്ലത്തിൽ ഒരു 2-3 ട്രിപ്പുകളെങ്കിലും ഈ മഹാക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾ പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ 12 ജ്യോതിർലിംഗങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എളുപ്പത്തിൽ പോകാവുന്നൊരു ക്ഷേത്രമുണ്ട്, നമ്മുടെ തമിഴ്നാട്ടിലുള്ള രാമേശ്വര ക്ഷേത്രം. അത് ഒരു ജ്യോതിർലിംഗമാണ്. ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ടേക്ക് നീങ്ങിയിട്ടാണ് ബാക്കി ജ്യോതിർലിംഗമൊക്കെ ഉള്ളത്. നോർത്ത് സൈഡിലേക്കാണ്. അപ്പോൾ അവിടങ്ങളിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് കുറച്ച് പണച്ചിലവുണ്ട്. പിന്നെ ഡേയ്സ് കൂടുതൽ വേണം. ഇത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ പരിചയമുള്ള ആൾക്കാരുടെ കൂടെ പോകുന്നതാണ് നല്ലത്. പരമാവധി അങ്ങനെയാണ് നല്ലത്. അല്ലാതെ സ്വയം പോകാമെന്ന് അറിയാവുന്ന ആൾക്കാർക്ക് പോകാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പോകാനായിട്ട് ശ്രമിക്കണം. നമ്മളുടെ ആ സ്പിരിച്വൽ എനർജി ഭയങ്കര ഹൈ ആക്കാനായിട്ട് ഈ ഒരു യാത്രയിൽ നിങ്ങളെ സഹായിക്കും. പിന്നെ നേപ്പാൾ നല്ലൊരു സ്ഥലമാണ്. ഞാൻ പോയിട്ടുണ്ട് നേപ്പാളിൽ അവിടെ അതുപോലെ പശുപതിനാഥ് ക്ഷേത്രം, ഗുഹേശ്വരി ക്ഷേത്രം, അങ്ങനെ കുറേ അമ്പലങ്ങളുണ്ട്. അവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും അമ്പലങ്ങളാണ്. ഇപ്പോൾ സ്ട്രീറ്റിൽ കൂടി നടന്നു കഴിഞ്ഞാലും എല്ലാ സ്ഥലങ്ങളിലും അമ്പലങ്ങളാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. സമയം എടുത്തിട്ട് നമ്മൾ പോയാൽ നേപ്പാൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതേപോലെയുള്ള ഭൂട്ടാനിൽ ഞാൻ പോയിട്ടില്ല, പക്ഷേ ഭൂട്ടാനിൽ പോകാനായിട്ട് ഉള്ള പ്ലാനുണ്ട്. അപ്പോൾ അതേപോലെ പോകാൻ താല്പര്യമുള്ളവർ, ആ ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ആ യാത്രയ്ക്ക് ആത്മീയമായ യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒന്നിച്ചുള്ള ഒരു ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കണക്ട് ചെയ്യുക. നമുക്കൊരു അങ്ങനെയുള്ള പ്ലാനുകൾ, കുറച്ച് ആൾക്കാരെ കൂടെ ഒന്നിച്ച് പോകാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യാം.
മുമ്പ് ഞാനിത് ഈ വിഷയം ഞാൻ പറഞ്ഞതാണ്. തമിഴ്നാട്ടിലേക്കുള്ള യാത്രകൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ നമുക്ക് വണ്ടി ബസ്സിനോ അല്ലെങ്കിൽ ട്രാവലറിനൊക്കെ പോകാവുന്ന സ്ഥലങ്ങളാണ്, ഇത്രയും ചിലവും വരുന്നില്ല. പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ പോകാൻ പറ്റൂ. പക്ഷേ ശ്രമിക്കണം, സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ അടുത്ത യാത്രകളിൽ മാക്സിമം ആൾക്കാർ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.